ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമനു രാമഭദ്രനു വേദസം രാമചന്ദ്രനും രഘുനാഥന് നാഥനും സീതാകാന്തനും പിടം. കവിതാശാഖമേലേറി രാമേതി ഭംഗിയിൽ കൂകും വാൽമീകിയാകുന്ന കോവിലത്തെ വണങ്ങുവിൻ. വാൽമീകിക്കുന്നിലുളവായി രാമാബ്ധിക്കു ഗമിപ്പതായി നല്ലൊരു രാമായണ വന്നതി ശുദ്ധിതരേണമേ. എല്ലാവർക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 65-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സുമന്ത്രനെ രാമലക്ഷ്മണന്മാരെയും സീതയെയും കയറ്റി കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി. ദശരഥനാകട്ടെ മകനെ പോകുന്ന നോക്കി വളരെയധികം വിഷാദഭരിതനായി നിന്നു. മകനെ വീണ്ടും കാണാനായിട്ട് അവിടെ നിൽക്കുമെന്ന് പേരാളിയോട് പറയുന്നുണ്ടായിരുന്നു. രാമനാകട്ടെ നിൽക്കും തോറും അച്ഛൻ്റെ ദുഃഖം കൂടി ഒരു മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളത് കൊണ്ട് സുമന്ത്രനോട് ഗച്ഛ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കണ്ടു. അതിനുശേഷം ഉള്ള ഭാഗങ്ങളാണ് 41 മുതൽക്കുള്ള സർഗങ്ങളിൽ പറയുന്നത്. എന്തൊക്കെയാണ് അതിനുശേഷം അയോധ്യ രാജധാനിയിലുണ്ടായ സംഭവങ്ങൾ എന്നൊക്കെ പറയാണ്. തസ്മിസ്തു പുരുഷം വ്യാഘ്രേ നിഷ്ക്രാമതികൃതാഞ്ജലോ ആർത്തശബ്ദോ സപ്നജ്ഞേ സ്ത്രീണാമന്തപുരേ മഹാൻ. ഈ രാമലക്ഷ്മണന്മാർ സുമന്ത്രനോടൊപ്പം കൊട്ടാരം വിട്ടിറങ്ങിയപ്പോൾ വലിയ ആർത്തശബ്ദം, വലിയ സങ്കടകരമായ ശബ്ദങ്ങളുണ്ടായിരുന്നു അർത്ഥം. രാമൻ തങ്ങളെ വിട്ടുപോകാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നാനാതരത്തിലുള്ള ജനങ്ങൾ വിലപിച്ചു. അനാഥസ്യ ജനസ്യ ആശ ദുർബലസ്യ തപസ്സിന യോഗതി ശരണം ജാസിൽ സനാഥ കുനുഗച്ഛതീം. അവരിങ്ങനെ പലതും പറഞ്ഞു. ദുർബലകളായ ഈ പാവങ്ങൾക്ക് ഇനി ആരാണ് രക്ഷയുള്ളത്? രക്ഷയായിരുന്നയാൾ രാമനാണ്. രാമൻ പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് രാമൻ്റെ പലതരത്തിലുള്ള ഗുണവിശേഷങ്ങളെയും അവർ ദുഃഖത്തോടു കൂടി അനുസ്മരിക്കുകയാണ്. രാമൻ്റെ ഗുണവിശേഷങ്ങൾ നേരത്തെ തന്നെ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആവർത്തിച്ച് പറയാണ് കവി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആരാണോ ക്രുദ്ധത്യഭിശപ്തോഭി ക്രോധനീയാനി വർദ്ധയൻ ക്രുദ്ധാൻ പ്രസാദയൻ സർവൻ സമദുഃഖ കൊഗച്ഛതി. ആരാണോ കോപത്തിനിടയാക്കുന്ന സംഗതികൾ ജനങ്ങൾ ചെയ്താൽ പോലും ക്രോധിക്കാത്തവനായിരിക്കുന്നത്, ആരാണോ ജനങ്ങളെപ്പോഴും പ്രസാദിപ്പിക്കുന്നത്, അങ്ങനെയുള്ള രാമൻ ഇതാ പോവുകയാണല്ലോ. എല്ലാ ആളുകളോടും സ്വന്തം അമ്മയായ കൗസല്യയോട് എന്ന പോലെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി പെരുമാറിയ ആളാണ് രാമൻ. കൗസല്യായ മഹാവേജായ ധാമാതിരിവർത്തതേ തഥായോ വർത്തതേ അസ്മാസു മഹാത്മാ പുനരച്ഛതി. എൻ്റെ അമ്മയായ കൗസല്യയോട് എത്ര ബഹുമാനാദരങ്ങളും സ്നേഹമൊക്കെ കാണിച്ചിരുന്നുവോ അതൊക്കെ തന്നെ നമ്മളോട് കാണിക്കുന്നയാളായിരുന്നു രാമൻ. അദ്ദേഹം പോവുകയാണല്ലോ. പിന്നെ അവർ ചിലതൊക്കെ കൈയ്യേയ്ക്ക് വിപരീതമായിട്ടും പറഞ്ഞു. കൈയ്യാൽ നിശ്ചമാനേന രാജ്ഞാകം ചോദിതാപനം. കൈയ്യാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടും രാജാവ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുമാണല്ലോ അദ്ദേഹം പോകുന്നത്. വലിയ കഷ്ടമായി. അഹോ നിശ്ചയതനോ രാജാ ജീവലോകസ്യ സാശ്രയം. യഥാർത്ഥത്തിൽ ഈ രാജാവ് നിശ്ചയതനായിപ്പോയല്ലോ. യഥാർത്ഥ രാജാവ് ധർമ്മനികളും ജീവലോകത്തിനൊക്കെ ആശ്രയമായിരിക്കേണ്ട ആളാണ്. അങ്ങനെ ഉള്ള ഈ ദശരഥൻ മകനെ കാട്ടിലേക്കാണല്ലോ. കഷ്ടമെന്നിങ്ങനെ അവരെ വിലപിച്ചു എന്നാൽ ഇതുപോലെ ഋതുസ്ഥൈവ ദുഃഖാർത്ഥ സസ്വരൻ കുറിച്ചു വലിയ ഒച്ചത്തിൽ തന്നെ കരഞ്ഞു. പൈക്കുട്ടികൾ നഷ്ടപ്പെട്ട പശുവിനെ പോലെ. ഇത് വേറെ എന്തെങ്കിൽ കവി പ്രയോഗിച്ചുള്ള ഉപമയാണ്. എങ്ങനെയാണോ തള്ളപ്പശു സ്വന്തം കുട്ടിയെ കാണാതിരിക്കുമ്പോൾ ആകപ്പാടെ അഭിഷേകം കരയും, അതുപോലെ അവർ കരഞ്ഞു. ഇങ്ങനെ കുറേ പറഞ്ഞു. എന്നിട്ട് പറയാണ്, കാലികാനിലവേഗേന മഹോദതിരോത്തിരാമീവനം പ്രമൃതിപേ നഗരം പ്രതചാലതത്.
ഈ കാർമേഘങ്ങളെ പായിക്കുന്ന കൊടുങ്കാറ്റിൽ ഈ സാഗരങ്ങളൊക്കെ ആപ്പാടെ ഇളകി മറിയും. അതുപോലെ നഗരം പ്രക്ഷുബ്ധമായിക്കൊണ്ടിരുന്നു. ദിക്കുകളെ ഇരുൾ മൂടിയതുപോലെ തോന്നി, ഭയജനകമായി തീർന്നു. യഥാർത്ഥ അന്തരീക്ഷത്തിന് മാറ്റം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളതല്ല, ജനങ്ങളുടെ മനസ്സാകപ്പാടെ കലുഷമായപ്പോൾ പ്രകൃതി അതുപോലെ പ്രവർത്തിക്കുന്നതായിട്ട് അവർക്ക് തോന്നുകയാണ്. ഇങ്ങനെ സർവേ ജനോ ദൈന്യമുപാഗമൽ, സമസ്ത ജനങ്ങളും ദീനാവസ്ഥയിലായി തീർന്നു. എനിക്കാണ് രാമൻ പോയ അവിടെ ഉണ്ടായത്. എന്നിട്ട് രാജവീതിയിലുള്ള ആൾക്കാരൊക്കെ രാമനെ കയറ്റിക്കൊണ്ടുവന്നതായ തേര് തന്നെ നോക്കിയിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ സർവേ സർവം പരിത്യജ്യ രാമമേവാന്വചിന്തയൻ, തങ്ങളുടെ വീട്ടുകാര്യങ്ങളോ സ്വന്തം കാര്യങ്ങളൊക്കെ മറന്നിട്ട് അവർ രാമമേവ അന്വചിന്തയൻ, രാമനെക്കുറിച്ച് തന്നെ വിചാരിച്ചു. ദശരഥൻ കുറേ നേരം നോക്കിയിരുന്നു. അദ്ദേഹം കൊട്ടാരക്കെട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവണം. മകൻ്റെ പോക്ക് നോക്കി നിന്നു. മകനെ കയറ്റിപ്പോയതായ രഥം പിന്നെ കാണാതായി. അവസാനം ആ പൊടിപടലങ്ങൾ മാത്രമേ കാണാനുള്ളൂ. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം വളരെ നിരാശാഭരിതനായിട്ട് അകത്തേക്ക് വന്നത് മാത്രമല്ല, യാവദ്രാജാവ്രിയം പുത്രം പശ്യത്യം അത്യന്തധാർമ്മികം താവന്ത്യഭർത്തദേവാസ്യധരണ്യാം പുത്രദർശനേ ന പശ്യതി രജോപ്യസ്യ യഥാ രാമസ്യ ഭൂമിപാം. കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പൊടിപടലങ്ങൾ മാത്രം, രഥചക്രങ്ങൾ ഉരുണ്ടു പോകുമ്പോൾ മേലോട്ടേക്ക് പോകുന്ന പൊടിപടലം മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹപ്പാടെ വിഷമിച്ചു. എൻ്റെ തദർത്ഥസ്ഥ വിഷണ്ണശ്ച പാപാതധരണീതലേ, ആപ്പാടെ വിഷാദവാനായി വിഷണ്ണനായി ദുഃഖത്തോടു കൂടി നിലത്ത് വീണു. ഞാൻ അങ്ങനെ വീണു. അദ്ദേഹം കണ്ടപ്പോൾ കൗസല്യാവാഹുമങ്കന ദക്ഷിണമന്വകാൽ, അദ്ദേഹത്തിൻ്റെ വലത്തേക്ക് ചെന്നിട്ട് പിടിച്ചു കൗസല്യ. അപ്പോഴേക്ക് കൈകേയി വന്നു. കൈകേയി പാർശ്വം കൈകേയി സാ സുമധ്യമ, സുന്ദരിയായ കൈകേയി വന്നിട്ട് ഇടത് കൈയും പിടിച്ചു. അദ്ദേഹം വീഴാതിരിക്കാൻ, നിലത്ത് വീണു പോകാതിരിക്കാനാണ്. ഇങ്ങനെ കൈകേയി തൻ്റെ ഇടത് കൈയിൽ വന്ന് പിടിച്ചപ്പോൾ രാജാവിന് തീരെ ഇഷ്ടമായില്ല. അവളോടുള്ളതായ ക്രോധം കൊണ്ട് അവൾ പറഞ്ഞു, നഹിത്വാം ദൃഷ്ടുമിച്ഛാമി ന ഭാര്യാനത ബാന്ധവി, വയ്യേ എനിക്ക് നിന്നെ കാണണമെന്നില്ല, നീ എനിക്ക് ബന്ധുവോ ഭാര്യയോ ഒന്നുമല്ല. പണ്ട് വിവാഹസമയത്ത് പാണിഗ്രഹണം കൈപിടിച്ചിട്ടാണ് സ്വീകരിച്ചത്. അന്ന് ചെയ്തിട്ടുള്ള പ്രതിജ്ഞയൊക്കെ ഞാനിതാ ഒഴിവാക്കാൻ, എന്ന് പറഞ്ഞാൽ ഭാര്യയെ സംരക്ഷിക്കുക, അവരോട് പറഞ്ഞുകൊണ്ടായിരിക്കുകയൊക്കെയാണ് ഇതുവരെ ചെയ്തത്. അപ്പോൾ നീ ധർമ്മം തിരിച്ചവളായതുകൊണ്ട് നിനക്ക് അർത്ഥം വേണം, സമ്പത്ത് വേണം, രാജ്യലാഭം വേണമെന്ന് മാത്രമേ വിചാരമുള്ളൂ. അങ്ങനെ നിന്നെ ഞാനിതാ തിരിച്ചിരിക്കുന്നു, മനസ്സാ തിരിച്ചിരിക്കുന്നു. ഞാൻ ഏതത്വം അവന് ജീവന്തിനാഹം തേഷാം തേ മമ കേവല അർത്ഥപരം ഹിത്വാം ത്യക്തധർമ്മം ത്യജാമ്യഹം. സമ്പത്തിന് മാത്രം ആശ്രയിച്ചിട്ട്, രാജ്യഭോഗങ്ങളിൽ ആശ്രയിച്ചിട്ട് ധർമ്മത്തെ തിരിച്ചവളാണ് നീ. ആ രാമൻ കാട്ടിലേക്ക് പോകാനൊക്കെ ഇടയാക്കിയത് എൻ്റെ ഈ വാശികാരനാണ്. അവിടെ ഞാനെന്ത് ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ ത്യക്തധർമ്മം ത്യജാമ്യഹം, ധർമ്മത്തെ തിരിച്ചവളായ നിന്നെ ഞാനിതാ ത്യജിക്കുകയാണ്, എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഭരതസ്ഥ പ്രതീതാസ്യാൻ രാജ്യം പ്രാപ്യതവ്യയം ജന്മേന ഹൃദ്യാൽപിത്തം മാമം തദ്ദത്തമാകവൽ. അത് പറഞ്ഞു, ഇനി ഭരതൻ തിരിച്ചു വന്ന് കഴിഞ്ഞിട്ട് നീ ആ ഭരതൻ ഈ രാജ്യം തൻ്റെതായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ ആ ഭരതനെപ്പോഴും ഞാൻ ഉപേക്ഷിക്കുന്നു. അപ്പം അവൻ ചെയ്യുന്ന പിതൃകർമ്മങ്ങളൊന്നും എനിക്ക് ഏൽക്കാതെ പോകട്ടെ എന്ന് പറയാം. കാരണം അത്രയധികം അപകടങ്ങളാണ് നീ ചെയ്തു വെച്ചിരുന്നത്. അതൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും എൻ്റെ വളരെയധികം പ്രിയങ്കരനായ പുത്രനെ തന്നെ വിചാരിച്ചിട്ട് വിലപിച്ചുകൊണ്ടിരുന്നു. ഹസ്തേവ ബ്രാഹ്മണം കാമാൽ പൃഷ്ടാഗ്നിയോ ആണിന. നമുക്ക് എൻ്റെ കർമ്മഫലം തന്നെയായിരിക്കണം. ഞാൻ യഥാർത്ഥത്തിൽ കാമപ്രേരിതനായിട്ട് ബ്രഹ്മഹത്യ ചെയ്ത പോലെയും കൈകൊണ്ട് തീയിൽ തൊട്ടതുപോലെയും തൻ്റെ പുത്രനോർത്ത് അദ്ദേഹം ദുഃഖിച്ചു എന്നാണ് കവിയുടെ വർണ്ണന. ദശരഥൻ ഒരു താപസനെ വധിച്ചതിൻ്റെ വിവരം ഇനി പറയും. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഇങ്ങനെ വിഷമിക്കുകയാണ്. ഏതായാലും മകൻ നഗരത്തിൻ്റെ അതിർത്തി വരെ എത്തിയതിന് ശേഷം സ്വതന്ത്രം തിരിച്ചു വരും. അപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അവൻ നഗരത്തിൻ്റെ അതിർത്തി കടന്നിട്ടുണ്ടാവാം എന്നിങ്ങനെ അത് വിചാരിക്കുക. സനൂനം കൊതിദേവാദ്യ വൃക്ഷമൂലമുപാസിത കാഷ്ടം വായതി വാസനം ഉപാധായ ശൈഷ്യത്തെ. കാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ രാമൻ ലക്ഷ്മണനൊക്കെ ഇങ്ങനെ കഴിച്ചു കൂട്ടും. കൊട്ടാരത്തിൽ വളരെ സുഖപ്രദമായ കട്ടിലിൽ
സുന്ദരികളായ സ്ത്രീകളാൽ വീശപ്പെട്ടുകൊണ്ട് അത് അവർ വിശറി കൊടുത്ത് വീശൊക്കെ കൊടുക്കും, ക്ലേശങ്ങളൊക്കെ ഇല്ലാതാക്കും. അങ്ങനെ സുഖിയായിരുന്ന ആളാണ്. അങ്ങനത്തെ മകൻ കല്ലിന് മുള്ളിൽ കിടക്കേണ്ടി വരുമല്ലോ, ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ചുവട്ടിലോ മരമുട്ടിയിലോ തലവെച്ച് കിടക്കേണ്ടി ഒന്നും വരാം, കഷ്ടമാണ് എന്നൊക്കെ വിചാരിച്ച് അതിനെപ്പറ്റി ഇങ്ങനെ വിചാരിച്ച് ദുഃഖിയാണ്. ദക്ഷിന്തി നൂനം പുരുഷാദീർഘമാകും വനേജര രാമുത്തായച്ചന്തൻ ലോകനാഥമനാഥവൽ. ലോകത്തിന് മുഴുവൻ നാഥനായിരിക്കേണ്ട ഈ രാമൻ അനാഥനെ പോലെ അലയുകയാണെന്ന് പറഞ്ഞാൽ ആ സീതയുടെ പിതാവായ ജനകൻ എന്ത് വിചാരിക്കും? ജനകൻ ക്ഷത്രിയനായ രാജകുമാരൻ എന്നുള്ള നിലയ്ക്കാണല്ലോ രാമന് തന്നെ മകളെ വിവാഹം ചെയ്തു കൊടുത്തത്. ഇതൊക്കെ എങ്ങനെ സഹിക്കും? ആ സീതയാകട്ടെ വനത്തെക്കുറിച്ചോ വന്യമൃഗങ്ങളെക്കുറിച്ചോ പ്രത്യേകിച്ച് അറിവൊന്നും ഇല്ലാത്തവളാണ്. അവൾ കൊട്ടാരത്തിൽ ഇതേപോലെ അനവധി തോഴിമാരാൽ സേവിക്കപ്പെട്ട് കഴിഞ്ഞവളാണ്. അവളെങ്ങനെ കഴിയും? ഇങ്ങനെ ഓരോന്നുള്ളതിൽ പറയുകയാണ്. ഇത്യേവം വിലപൻ രാജനൗഹേന അഭിസംവൃത അവസ്നാദൈവ അരിഷ്ടം പ്രേസോത്തമം. ഇങ്ങനെ പലതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവസാനം അദ്ദേഹം കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു വന്നു. നേരത്തെ പറഞ്ഞല്ലോ പുറത്തേക്ക് രാമൻ്റെ യാത്ര കാണാൻ വേണ്ടി വന്നതായിരുന്നു. അദ്ദേഹം അകത്തേക്ക് കടന്നു. ആ കടക്കുന്നതിനെ നീ പറയുന്നത് പുലകുളിക്ക് ശേഷം ഗൃഹത്തിലേക്ക് കയറുന്നവനെ പോലെ കയറിയെന്നാണ്. ഇന്നൊരു അനിഷ്ടം ഉണ്ടായതുപോലെ ഒരു മരിച്ചതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായത് പോലെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പുലകുളി കഴിഞ്ഞിട്ട് അകത്തേക്ക് കിടക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവില്ല. അതേപോലെ അദ്ദേഹം കടന്നു എന്നാണ്. ക്ലാന്ത ദുർബല ദുഃഖാർത്ഥ അത്യാകീർണ മഹാപഥം. അകത്തേക്ക് വന്നു. രാമേണ രഹിതം യസ്മ വൈദേഹ്യ ലക്ഷ്മണേന രാമനും ലക്ഷ്മണനും സീതയില്ലാത്ത ആ അന്തപുരം മുഴുവൻ അദ്ദേഹത്തിന് വളരെ ശൂന്യമായി തോന്നി. വേറെ ആരും ഇല്ലാത്തതുകൊണ്ടല്ല, നേരത്തെ പറഞ്ഞു നൂറുകണക്കിന് ഭാര്യമാരുണ്ട്, പരിചാരികമാരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ശൂന്യമായി തോന്നി. വാചമദ്വന്ദാർത്ഥം വദന്തീനമസ്വരം. എന്നിട്ട് വ്യഗ്രതയോട് കൂടിയിട്ട് ഇടറുന്ന കണ്ഠങ്ങളോട് കൂടിയിട്ട് പറഞ്ഞു, ഇപ്പോൾ ഈ ഇദ്ദേഹം ഇരിക്കുന്നത് ഇപ്പോൾ കൈകേയിയുടെ ഗൃഹത്തിലാണ്. കൈകേയിയുടെ കൊട്ടാരത്തിലായിരുന്നു ദശരഥൻ ഉണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ കണ്ടു. രാമൻ്റെ അഭിഷേക നിശ്ചയ വാർത്ത സന്തോഷമായിട്ട് ഭാര്യയെ അറിയിക്കാൻ വേണ്ടി വന്നയാളാണ് ദശരഥൻ. അവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ ആകെപ്പാടെ കറങ്ങിത്തിരിഞ്ഞ് അതിൻ്റെ വിപരീതത്തിലെത്തി. രാമന് അഭിഷേകം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കാട്ടിലേക്ക് പറഞ്ഞേക്കേണ്ടി വന്നു. ഇതൊക്കെ തുടർച്ചയായുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ കൈകേയി ഗൃഹത്തിലിരിക്കുന്നവനായ ദശരഥനെ കൈകേയി ചെയ്ത ഈ അതിക്രമം വിചാരിച്ച് സഹിച്ചില്ല. അതുകൊണ്ട് തൻ്റെ പരിചാരകന്മാരോട് ഭൃത്യന്മാരോട് പറയുകയാണ്, എന്നെ കൗസല്യയുടെ ഗൃഹത്തിൽ കൊണ്ടു ആക്കൂ, എനിക്ക് കൈകേയി തിരിക്കണമില്ല. കൗസല്യായാഗ്രഹം ശീഘ്രം രാമമാതൃന്ന എന്തുമാം. രാമൻ്റെ അമ്മയായ ആ കൗസല്യടുത്തേക്ക് എന്നെ നയിക്കൂ, എനിക്ക് ഇവിടെ ഇരിക്കണമില്ല. ഇതിബ്രഹ്മന്തൻ രാജാനം അനയൻ ഭാരതർശന. ഗോപുരത്തിലൊക്കെ കാവൽ നിൽക്കുന്ന ആൾക്കാർ പരിചാരം ഒക്കെ കൊണ്ട് ഇദ്ദേഹത്തെ എടുത്തിട്ട് കൗസല്യായ ആഗ്രഹം ദത്ത നിരേശ്വത വിനീതവൽ. കൗസല്യയുടെ ഗൃഹത്തിലേക്ക് അടുത്തടുത്തുള്ള കൊട്ടാരങ്ങളാണ് അവിടുത്തെ കൊണ്ടുപോയി. തതസ്തത്ര ഇഷ്ടസ്യ കൗസല്യായ അനിവേശനം അതിരുഖ്യാവിശയനം ബഭൂവരുമന. അങ്ങനെ ആ കൗസല്യയുടെ ഗൃഹത്തിൽ ചെന്നിട്ട് അവിടെ കട്ടിലിൽ കിടന്നെങ്കിലും മനസ്സിളകി മറിഞ്ഞു താൻ. ആ പുത്രനെക്കുറിച്ചുള്ള വേവലാതി, അദ്ദേഹത്തെക്കുറിച്ചുള്ളതായ സങ്കടം അദ്ദേഹത്തിന് അത്രയും വേഗം ശമിച്ചില്ല. പുത്രദ്വൈവിഹീനഞ്ച സ്നുഷായാഗനി വർജിതം. 2 പുത്രന്മാരും പോയി. എനിക്ക് പ്രിയപ്പെട്ട ആ പുത്രഭാര്യയായ സീതയും പോയി. അതിനെക്കുറിച്ചുള്ള വിചാരം കൊണ്ട് അദ്ദേഹത്തിന് സമാധാനം ഉണ്ടായില്ല. ഉച്ച ഈശ്വരേണ പ്രാകോശത് ഹാ രാമ ജഹാസിമം. വളരെയധികം ദയനീയമായ സ്വരത്തിൽ ഹാ രാമ, നീ ഞങ്ങളെ വിട്ടുപോയല്ലോ എന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. കാളരാത്രി പോലെ തോന്നിയെന്നാണ്. രാത്രി കറുത്തത് അപകടകരമായ ധാരാളം ദുഷ്ടങ്ങളുള്ള രാത്രി പോലെയായി തീർന്നു. ഇങ്ങനെ അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. രാത്രി കുറേയായി. അർദ്ധരാത്രിയോളായ സമയത്ത് കൗസല്യോട് പറഞ്ഞു, നത്വം പശ്യാമി കൗസല്യേ സാധുമം പാണിയാസ്പശ. എൻ്റെ കണ്ണുകളൊക്കെ മങ്ങുന്ന പോലെ തോന്നുന്നു. അല്ലയോ കൗസല്യേ, ഞാനൊന്നും കാണുന്നില്ല, നീ എൻ്റെ കൈകളിൽ സ്പർശിക്കൂ എന്ന് പറയാൻ. ഞാൻ നിന്നെ കാണുന്നില്ല എന്നർത്ഥം. കൗസല്യ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കണ്ണുകൾക്കൊക്കെ ഇരുട് വാസിച്ച പോലെ തോന്നുന്നു. എന്നെ പതുക്കെ തലോടൂ. രാമൻ അനുഗമിച്ച കണ്ണുകൾ ഇപ്പോഴും പിരിഞ്ഞു പോന്നിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു. ഇങ്ങനെ രാജാവിൻ്റെ കിടപ്പ് കണ്ടിട്ട് കൗസല്യ കൂടുതൽ ദുഃഖിതയായി. അങ്ങനെ ദുഃഖിതയായിട്ട് കൗസല്യൻ്റെ വക ചില പരിഭവം പറച്ചിലുകളൊക്കെ പിന്നീട് ഉണ്ടാകുന്നുണ്ട്.
അവളും ഭർത്താവിന് ദയനീയ സ്ഥിതി കണ്ടിട്ട് തൽക്കാലം വളരെ വിഷാദിച്ചു. എന്നിട്ട് പുത്രശോകാർത്ത തമുവാച മഹീപതിം, ഭർത്താവായ ഈ രാജാവിനോട് പറഞ്ഞു, രാഘവേ നരചാർദൂലേ വിഷം മുക്വാരിഹ്യങ്ങുമ വിചരിക്ഷിത കയ്യേ നിർമുക്തേ മഹി പല്ലവി. അങ്ങ് രാമനെ കാട്ടിലയച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ ആ കൈകേയിയുടെ ദുർബുദ്ധിയാകുന്ന വിഷം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായി തീർന്നത്. യഥാർത്ഥത്തിൽ രാമനെ വനത്തിലയച്ചിട്ട് സ്വന്തം ഇഷ്ടം സാധിച്ച ആ ഭാഗ്യവതി എന്നെ എൻ്റെ ഗൃഹത്തിൽ ദുഷ്ടസർപ്പം എന്നുള്ള പോലെ ഉറപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവിടെ ഇനിയിപ്പോൾ മകനും കൂടി പോയ നിലയ്ക്ക് എൻ്റെ കാര്യം വലിയ കഷ്ടാവും. എൻ്റെ ദിവാസ്യരാമം സുഖമാലബ്ധകാമാസമായുധ ത്രാസയിഷ്യതിമാം, എന്നെ അവളെപ്പോഴും പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് അധികാരം കിട്ടും, രാജമാതാവ് എന്നുള്ള അഹങ്കാരം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവൾ എന്തൊക്കെയാണ് ചെയ്യാന്നറിയില്ല. യഥാർത്ഥത്തിൽ അങ്ങ് എന്തിനാണ് എൻ്റെ മകനെ കാട്ടിലേക്ക് അയച്ചത്? രാജ്യം കൊടുത്തോളണമെന്നില്ല, രാജ്യം ഭരതന് പോയിക്കൊള്ളട്ടെ. പക്ഷെ എൻ്റെ മകനെ ഈ അയോധ്യ നഗരത്തിൽ ഒരു പിച്ചക്കാരനായിട്ടെങ്കിലും ഇവിടെ നിൽക്കാൻ സമ്മതിക്കാമായിരുന്നു. അതാസ്മിൻ നഗരേ രാമസ്ഥരൻ ഭൈക്ഷ്യൻ ഗൃഹേ വസൽ എന്നൊക്കെ അവന് പിച്ചെടുത്തിട്ടെങ്കിലും അവനോട് ജീവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എനിക്കവനെ കാണാമായിരുന്നു. രാജ്യമൊക്കെ വേണ്ടാന്ന് നോക്കാം, ഭോഗങ്ങളും ഐശ്വര്യങ്ങളൊക്കെ വേണ്ടാന്ന് നോക്കാം, എൻ്റെ മകനെ കാട്ടിലേക്ക് അയച്ചല്ലോ. പ്രവിദ്ധോ രക്ഷസാം മാർഗം പർവണി വാഹിതഗ്നിന, രാമനെ പദവിയിൽ നിന്ന് മാത്രമല്ല കഴിച്ചപ്പോൾ എന്താ ചെയ്തത്? ദേവന്മാർക്കുള്ള ആവിർഭാഗം ഹവിസ് രാക്ഷസന്മാർക്ക് കൊടുത്ത് പോലെയാക്കി തീർത്തു. അങ്ങ് കുറേയൊക്കെ ഇനി പറയാനുള്ള വാക്കുകളൊക്കെ ദശരഥനെ കുറ്റപ്പെടുത്തിയും കൊണ്ടുകൂടിയാണ്. അങ്ങ് ഇതുവരെ എന്ത് ചെയ്യുന്നു? സുഖമായുള്ള കാലത്തൊക്കെ അവിടെ കഴിഞ്ഞു. യൗവനകാലത്ത് എനിക്ക് അങ്ങനെ മികച്ചൊന്നും അനുഭവിക്കാനായില്ല. ഇപ്പോൾ മകനെ പറഞ്ഞേക്കുകയും ചെയ്തു. അപ്പോഴിതാ എൻ്റെ അടുത്തേക്ക് വരികയാണ്. അല്ലേ എന്നുള്ള വീട്ടിലാണ് അവൾ പറയാൻ പോകുന്നത്. ഭാര്യയോടും അനുജനോടും കൂടി ഉള്ള ആ രാമനെ എനിക്ക് കാണാൻ സാധിക്കില്ല. ആ രണ്ട് വീരന്മാരും തിരിച്ചു വരുന്ന കാലം നമ്മൾ ജീവിച്ചിരിക്കുമോ? ഇതൊക്കെയാണ് അവൾ ദുഃഖിതമായിട്ട് പറയുകയാണ്. 14 വർഷത്തിന് ശേഷം തയസ്വിനി ഹൃഷ്ടജന സുസ്ഥിതാധിതമാലിനി, ജനങ്ങളുള്ള സന്തോഷത്തോടു കൂടി രാമനെ സ്വീകരിക്കുന്നതും അതൊക്കെ കാണാൻ സാധിക്കുമോ? അതെന്നാൽ എനിക്ക് കാണാൻ സാധിക്കുക. ആ രണ്ട് പുരുഷന്മാരെ കണ്ടിട്ട് എന്നാണ് ഈ നഗരം പൗർണമി നാളിലെ കടൽ പോലെ സന്തോഷം കൊണ്ട് ഉയരുന്നത്? കാരണം ഈ വേലിയേറ്റുണ്ടാവുമല്ലോ കടലിൽ, അതേപോലെ സന്തോഷത്തിൻ്റെ ആ ഒരു വേലിയേറ്റം ഇനി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 14 വർഷം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരണം. അത് സാധിക്കുമോ? ഏതായാലും പ്രവിശന്തോ കഥായോധ്യം ദക്ഷ്യാമി ശുഭകുണ്ടലോ, ആ കുണ്ടലം ധരിച്ചവരായ ശുഭകാമന്മാരായവരെ ഞാനിപ്പോൾ കാണും. യഥാർത്ഥത്തിൽ ഈ പുത്രനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര കാലം സുഖമായി ജീവിച്ചത്. എനിക്ക് പട്ടമേശൊക്കെ ആണെങ്കിലും അതിനനുസരിച്ചുള്ള പ്രയോജനങ്ങളോ അതിനനുസരിച്ചുള്ള മാന്യതയോ കിട്ടിയില്ല. കാരണം കയ്യോടായിരുന്നു ദശരഥന് കാമം കൂടുതൽ. പിന്നെ ആദ്യകാലത്ത് സന്താനം ഉണ്ടായില്ല. ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ രാമനുണ്ടായത്. ഏകപുത്രാവിനാപുത്രം അഹംജീവിതോത്സഹേ നഹി, അത് എനിക്ക് ഏകപുത്രനായിരിക്കുന്ന ഈ മകനെ കളഞ്ഞിട്ട് എനിക്ക് ജീവിച്ചിരിക്കണം എന്നില്ല. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഹേതു എന്താണ്? അങ്ങൊരാളാണെന്ന് സാവധാനത്തെ കുറ്റപ്പെടുത്തുക അവൾ ചെയ്യുന്നത്. അയം ഹിമം ദീപേദ്യമന്യ തനൂശോകപ്രഭവോ മമാഹിത മഹീമിമം രശ്മിഭിരുത്തമപ്രഭോ യഥാ നിദാഖേ ഭഗവൻ ദിവാകരാം. പുത്രശോകജന്യമായ അഗ്നി, പുത്രനെ പിരിഞ്ഞിരിക്കുന്നതിനുള്ള ദുഃഖമാകുന്ന അഗ്നി ഇതാ ഞാൻ ദഹിക്കും. അഥവാ ആ ഭഗവാൻ ദിവാകരൻ തന്നെ ഉഗ്രലക്ഷ്മികളെ കൊണ്ട് എന്നെ കഠിനമായി ദഹിപ്പിക്കുകയാണ് എന്നൊക്കെയാണ് വിലാപം. ഇങ്ങനെയൊക്കെ വിലപിക്കുന്ന സമയത്ത് അവിടെ സുമിത്ര ഉണ്ടായിരുന്നു. സുമിത്ര കുറേ വാക്കുകളെ കൊണ്ട് ഈ കൗസല്യെ ആശ്വസിപ്പിക്കുന്നതാണ് നമ്മൾ കാണുക. അവൾ പറഞ്ഞു, അല്ലയോ കൗസല്യെ, നിൻ്റെ മകൻ പുരുഷോത്തമനായിരിക്കും ഞാനാണ്. അങ്ങനത്തെ ഒരാളെ പറ്റി ഇങ്ങനെ വിചാരിച്ച് ദുഃഖിക്കരുത്. ആ രാമന് അമംഗളങ്ങളൊന്നും നേരിടില്ല. വില്ലേന്ത്യവനായ ലക്ഷ്മണൻ കൂടെ ഉണ്ടാകുമ്പോൾ എന്ത് വരാനാണ്? രാമോ ധർമ്മേ സ്ഥിത ശ്രേഷ്ഠോ ശോച്യകഥാതനാം. ശ്രേഷ്ഠപുരുഷനായിരിക്കുന്ന രാമനെക്കുറിച്ച് അല്ലയോ കൗസല്യ നീ ദുഃഖിക്കരുത്. അദ്ദേഹത്തിന് യാതൊരു വിഷമവും ഉണ്ടാവില്ല. എല്ലാ സമയത്തും കാവലിനായിട്ട് ആ അനഘനായ പാപരഹിതനായ
ലക്ഷ്മണൻ ഉണ്ടാവും. എന്താണ് പേടിക്കാനുള്ളത്? ദുഃഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആ വൈദേഹി ഭൗതിയോടുകൂടി ആ ധർമാത്മാവായ രാമനോടൊപ്പം സുഖമായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രയാസപ്പെട്ടുണ്ടാകുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ പണ്ട് സുബാഹു മുതലായവരൊക്കെ, സുബാഹു മാരീചനാണല്ലോ യജ്ഞം മുടക്കാൻ വേണ്ടിയിട്ട് വിശ്വാസത്തിനടുത്ത് ചെന്നത്. ആ സുബാഹുവിനെ അന്ന് രാമൻ കൊല്ലുണ്ടായി. അന്ന് ആ കൊന്ന സമയത്ത് ധാരാളം ദിവ്യാസ്ത്രങ്ങൾ രാമലക്ഷ്മണന്മാർക്ക് വിശ്വാസത്തിന് ഉപദേശിച്ചു. അതൊക്കെ നമ്മൾ ബാലകാണ്ഡത്തിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഓർമ്മിപ്പിച്ചിട്ട് സുമിത്ര പറയാണ്, അങ്ങനെ ദിവ്യാസ്ത്രങ്ങൾ ധാരാളം നേടിയിട്ടുള്ളവനായ ആ രാമനെ സംബന്ധിച്ച് പേടിക്കരുത്. ഈ ദിവ്യാസ്ത്രങ്ങളൊക്കെ നേടുന്നതിന് മുമ്പാണ് സുബാഹുവിനെ വധിക്കുകയും വിശ്വാമിത്രൻ്റെ യാഗം രക്ഷിക്കുകയും ചെയ്തത്. അപ്പം അങ്ങനെയുള്ള ആ പുരുഷോത്തമന്മാർക്ക് യാതൊരു തരത്തിലും ദോഷം വരില്ല. വില്ലാളി വീരനായിരിക്കുന്ന അവർക്ക് എന്ത് വരാനാണ്? എന്താണ് രാമന് ദുർലഭമായിട്ടുള്ളത്? നമുക്ക് പണ്ട് സമാധാനിപ്പിക്കുകയാണ്. കാട്ടിൽ അനാഥനെപ്പോലെ നടക്കുന്നു എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. എൻ്റെ മകൻ എന്താണ്? മഹാശോകം ശോകോ ദേവി ദുഃഖം വാ ന രാമേ ദൃശ്യതേ ശിവം. ആ രാമനെക്കുറിച്ച് അശിവമായ അമംഗളമായ ഒരു ഭാവനയും കൊണ്ട് നടക്കണ്ട. അദ്ദേഹത്തിന് യാതൊരു അമംഗളം ഉണ്ടാവില്ല. ഇത് വീണ്ടും വീണ്ടും പറയാൻ, അമംഗളമായിട്ടൊന്നും ഉണ്ടാവില്ല. ഇനി വലിയ താമസമില്ലാതെ ലക്ഷ്മണനോടുകൂടി രാമനെ കാണാൻ സാധിക്കും. ആ മകൻ വന്നെത്തിയിട്ട് 14 വർഷത്തെ കാനനവാസം വന്നിട്ട് അഭിവാദ്യം ചെയ്യുന്ന സമയത്ത് ഭൗതി എന്ത് ചെയ്യുന്നു? മഴക്കാലത്തെ കറനിര പോലെ ആനന്ദാശക്കൾ പൊഴിക്കും. അത്രയും കാലമൊക്കെ ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിഷമിക്കരുത്. ഭൗതിയുടെ ആ മകൻ അയോധ്യയിലേക്ക് തിരിച്ചു വന്ന് മിനുത്തിരണ്ട കൈകളുകൊണ്ട് അങ്ങനെ കാല് പിടിക്കാതിരിക്കില്ല. അഭിവാദ്യം ചെയ്യാൻ വേണ്ടിയിട്ടേ. പുസ്തസ്തേ വരദക്ഷിപ്രമയോധ്യം പുനരാഗത കലാഭ്യാം മൃദുവീനാഭ്യാം ചരണവും പീഡയിഷ്യതി. അമ്മയുടെ കാൽക്കൽ വന്ന് വീഴും. അതങ്ങനെ സന്തോഷം ഉണ്ടാകും. അവൾ ദുഃഖിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ. പിന്നെ പറഞ്ഞു, അഭിവാദ്യമസ്യന്തം ശൂരം സുസുഹൃദം സുതം. നല്ല ഹൃദയമുള്ളവനായ ആ രാമനെ കാണാൻ കഴിയും. നിശമ്യത ലക്ഷ്മണമാതൃവാക്യം രാമസ്യ മാതൃനരദേവ വന്യ. ഇങ്ങനെ സുമിത്ര ആശ്വാസവാക്കുകളൊക്കെ പറയുന്നത് കേട്ടിട്ട് സത്യശരീരേ വിനനാശോക ശരദ്ഗതോ മേഘ ഇഹുൽപതോയാ. ആ രാമമാതാവ് വെള്ളം കുറഞ്ഞ ശരൽക്കാല മേഘം പോലെ ശോകം കുറഞ്ഞവളായിരുന്നാണ്. വേനൽക്കാലത്ത് നദിയിലെ ഈ ജലാശയങ്ങളുടെ ജലമൊക്കെ കുറയുമല്ലോ. അതുപോലെ അവളുടെ ദുഃഖം കുറഞ്ഞു എന്നൊരു ഉപമ ചോദിച്ചാൽ 45-ാമത്തെ സർഗത്തിൽ പൗരന്മാരുടെ വാക്കുകളും അവരെ ഈ നിർജീവമായ രാമനില്ലാതെ ഐശ്വര്യം കെട്ടതായ ഈ അയോധ്യയിൽ നിൽക്കുന്നത് ശരിയില്ല, അതിലും ഭേദം രാമനെ തന്നെ പിന്തുടരുക എന്ന് പറഞ്ഞിട്ട് നൂറുകണക്കിനും ആയിരക്കണക്കിനും ആളുകൾ രാമനെ പിന്തുടരാൻ വേണ്ടിയിട്ട് രാമൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് കൊട്ടാരം വിട്ടിറങ്ങി എന്ന് പറയാൻ ധാരാളം ബ്രാഹ്മണർ. അവരൊക്കെ പറഞ്ഞു, ഈ രാമനില്ലാത്ത അയോധ്യ ഐശ്വര്യരഹിതമാണ്, ഇവിടെ താമസിക്കുന്നത് കാട്ടിൽ താമസിക്കുന്ന പോലെയാണ്, ഇതിലും ഭേദം കാട് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ചാണ് 45-ാമത്തെ സർഗത്തിൽ വർണ്ണിക്കുന്നത്. അത് കേൾക്കാം. അനുരക്ത മഹാത്മാനം രാമം സത്യപരാക്രമം അനുജഗ്മു പ്രയാന്തം തം വനവാസായ മാനവ. മനുഷ്യൻ അവിടെയുള്ള പ്രജകളൊക്കെ വനവാസത്തിന് വേണ്ടിയിട്ട് രാമൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഉറപ്പിച്ചു. അവർ പലരും ഇങ്ങനെ പറയുകയും ചെയ്തു. സഹി കല്യാണ ചാരിത്ര കൈകയ്യാനന്ദവർദ്ധന കരിഷ്യതി യഥാവത് പ്രയാണിജാം. അവർ പലതും പറഞ്ഞുകൊണ്ടിരുന്നു. ഈ കൈകൈ നിർത്താനുണ്ടായത് ആ കൈകയുടെ മകൻ ഇങ്ങനെ മോശക്കാരനാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അയാൾ ജ്ഞാനവൃദ്ധനാണ്. അതുകൊണ്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷമമൊന്നും ഉണ്ടാവില്ലായിരിക്കാം. അഥവാ ഭരതൻ തനിക്ക് അർഹതപ്പെടാത്ത ഏറ്റവും അർഹതപ്പെട്ട രാജ്യം സ്വീകരിച്ചു തരില്ല എന്നൊക്കെ പല അഭിപ്രായങ്ങളും അവർ പറയാൻ ആ കൂട്ടത്തിൽ പറഞ്ഞു. ഏതായാലും രാമൻ ഇപ്പോൾ അയോധ്യ വിട്ടുപോയി. അതുകൊണ്ട് യഥായഥാ ദാശരഥിർധർമ്മമേവാശ്രിതോ ഭവൽ തഥാ തഥാ പ്രഹൃതയോ രാമം പപ്രതികാമയൻ. ദാശരഥിയായിരിക്കുന്ന ആ രാമൻ്റെ കൂടെ പോവില്ലാണ് നമുക്ക് നല്ലത്. ഇങ്ങനെ രാമവാസികളുടെ രാമൻ ലക്ഷ്മണനൊക്കെ സ്വന്തം മഹിമകളെ കൊണ്ട് ബന്ധിച്ചു എന്നാണ്, തങ്ങളിലേക്ക് ആകർഷിച്ചു എന്ന് തോന്നും എന്നാണ് കവിൻ്റെ വർണ്ണന. അതായത് അവരെ ഗുണഗണങ്ങളെ കൊണ്ട് ഇവരുടെ മനസ്സിനൊക്കെ ബന്ധിച്ചു. പൗരന്മാരുടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് തൻ്റെ അടുത്തേക്ക് വലിക്കാമല്ലോ. അതുപോലെ അവർ ആ
വഹാന്തോരവനൻ രാമം ഭോഭോ ജാത്യാസ്മിഗമ നിവർത്തദ്ധന്ന ഗന്ധവ്യം ഹിതാ ഭവത ഭർത്തരീ. പലരും രാമനെ കൂടെ പോകാൻ നോക്കി. അവിടെ ചെല്ലൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. വൃദ്ധബ്രാഹ്മണരൊക്കെ ദുഃഖപ്രലാപനത്തോട് കൂടിയിട്ട് രാമൻ്റെ തേരിനെ വേഗത്തിൽ പിന്തുടർന്നു. അപ്പോൾ തന്നെ വിചാരിച്ചുള്ള ദുഃഖം കൊണ്ട് ഈ ബ്രാഹ്മണരൊക്കെ നഗരം വിട്ടിട്ട് തൻ്റെ കൂടെ വരികയാണെന്ന് കണ്ടപ്പോൾ കുറച്ച് ദൂരത്തെത്തിയപ്പോൾ രാമൻ തേരിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ വിഷമിക്കരുത്, കാട്ടിൽ അത്ര സുഖമുള്ളതല്ല, അതുകൊണ്ട് ക്ലേശിക്കരുത്, തിരിച്ചു പോകുമെന്നൊക്കെ അവരോട് പറയാൻ. അവരോട് പറഞ്ഞത് വനവാസത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഈ രാമലക്ഷ്മണന്മാരെ കണ്ടപ്പോൾ. അവർ വീണ്ടും രാമനൊക്കെ ഈ രാമനെ അനുഗമിച്ചു. തന്നെ കാൽനടയായിട്ട് ഇങ്ങനെ പിന്തുടർന്ന് കണ്ടിട്ട് രാമൻ തേരിൽ ഇരുന്നുകൊണ്ട് കുറേ ആശ്വസിപ്പിച്ചു. പിന്നെ ഇടയ്ക്ക് ഇറങ്ങിയിട്ട് അവർ പക്ഷേ അവരൊന്നും മടക്കി അയക്കാൻ ശക്തനായില്ല എന്നാണ് പറയുന്നത്. വിജാതിൻ ഹിപ്പദാം സ്ഥിതാൻ രാമശ്ചാരിത്രവത്സല മ ശശാക ഗണാലക്ഷു പരിമോക്തും രഥേന സഹാം. ജനങ്ങൾ രാമനോടുള്ള വാത്സല്യാതിരേകം കൊണ്ട് നഗരത്തിലേക്ക് തിരിച്ചു പോകാൻ കൂട്ടാക്കിയില്ല. എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ആ സമയത്ത് ബ്രാഹ്മണരിങ്ങനെ പറയുകയും ചെയ്തു, ഈ ബ്രാഹ്മണ സമൂഹം മുഴുവൻ അങ്ങയുടെ പുറകെ വരികയാണ്, അതുകൊണ്ട് ആവഹനീയം ദക്ഷിണം മുതലായ അഗ്നികൾ ഭവാനെ പിന്തുടർന്നു. അത് യജ്ഞക്രിയകളായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനപ്പെട്ടായിട്ട് ആവഹനീയ അഗ്നി മുതലായ അഗ്നികളൊക്കെ ആയ അഗ്നികളെപ്പോലെ നിങ്ങളെ പിന്തുടരുന്നു. ആവഹനീയം ദാക്ഷിണാത്യം ഗാർഹപത്യം മുതലായ അഗ്നികൾ അങ്ങേ പിന്തുടരുന്നു എന്നാണ് അവർ പറഞ്ഞത്. യാഗമൊക്കെ ചെയ്യുന്നവരായ ബ്രാഹ്മണരൊക്കെ അങ്ങേ പിന്തുടരുകയാണ്. യഥാർത്ഥത്തിൽ എല്ലായ്പ്പോഴും വേദമന്ത്രം ജീവിച്ചു കഴിയുന്ന ഞങ്ങളുടെ ബുദ്ധി ഉപദേശിക്കുന്നത് ഞങ്ങൾക്ക് വനവാസാനുസാരിണിയാണ്. അതായത് വനത്ത് താമസിക്കാൻ നല്ലത് ഞങ്ങളുടെ ബുദ്ധി ഞങ്ങളെ ഉപദേശിക്കുന്നു. യാഹിന സന്തതം മുഗ്ധം ദേവമന്ത്രാനുസാരിണി ത്വൽക്കതേ സാഹിത വത്സ വനവാസാനുസാരിണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേദമന്ത്രങ്ങൾ എപ്പോഴും അനുസരിക്കുന്നവരാണ്, വേദമന്ത്രങ്ങളാൽ നയിക്കപ്പെടുന്നവരാണ്. പക്ഷേ ഇപ്പം ഞങ്ങളുടെ ബുദ്ധി എന്താ ഉപദേശിക്കുന്നത്? രാമനെ പിന്തുടരുകയാണ് വേണ്ടത്, കാട്ടിൽ പോയി താമസിക്കാൻ നല്ലത് ഞങ്ങളുടെ ബുദ്ധി പറയുന്നു. ഞങ്ങൾക്ക് അയോധ്യ നഗരിയിൽ ജീവിതം ഇല്ല ഇനി എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അനവധി ആൾ രാമനെ പിന്തുടർന്നു. ത്വയി ധർമ്മവിപേക്ഷേതു കിംസ്യാ ധർമ്മപഥേ സ്ഥിതം. അങ്ങ് യഥാർത്ഥത്തിലില്ലേ പിന്നെ ഈ എങ്ങനെ ധർമ്മപഥത്തിൽ നിൽക്കും? ബ്രാഹ്മണ വാക്യം അനുസരിക്കുക എന്നുള്ള ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത് എന്ന് കൂടിയാണ് അവർ പറയുന്നത്. ഞങ്ങളുടെയൊക്കെ നിശ്ചയത്തെ അങ്ങ് തടയരുത്, അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അങ്ങില്ലാതെ കഴിച്ചു കൂട്ടുക എന്നൊക്കെ പലതരത്തിൽ പറയാം അവർ. അല്ലയോ ദൃഢവ്രത, ഞങ്ങൾ യഥാർത്ഥത്തിൽ ഹിമം പോലെ വെളുത്ത ശിരോരുഹങ്ങൾ പൊടിയിൽ ചേർത്തിട്ട് തല ഭൂമിയെ മുട്ടിച്ചിട്ട് യാചിക്കുകയാണ്, പിന്മടങ്ങിയാലും എന്നിങ്ങനെ പറഞ്ഞു. രാമന് സാധിക്കുന്ന കാര്യമല്ല അദ്ദേഹത്തിന്. യാചിതോനോ നിവർത്തസ്വ ഹേമ ശുക്ലശിരോരുഹൈ ശിരോഭിം നിർഭൃതാചാര മഹീപഥനവം സുലൈ. അവർ പറയാൻ ഞങ്ങളുടെ നനച്ച തലയൊക്കെ ഭൂമിയിൽ മുട്ടിച്ചിട്ട്, അതായത് അത്രയധികം കേണ് പറയാണ്, ആ പൊടിയൊക്കെ തലയിലേറ്റുകൊണ്ട് പറയാണ്, അങ്ങ് പൊയ്ക്കളരുതേ, അയോധ്യ വിട്ട് പോകരുതേ, മടങ്ങി വരുമെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ പലരും നിശ്ചേഷ്ടോ സഞ്ചാര വൃക്ഷൈക സ്ഥാന നിശ്ചിതാൻ. ആഹാരം നേടുന്നതിന് വേണ്ടി പറന്നു പോകാതെ വൃക്ഷങ്ങളിൽ തന്നെ ഇരിക്കുന്ന പക്ഷികളും സർവ്വഭൂതങ്ങളും ഒക്കെ അനുകമ്പയോട് കൂടിയിട്ട് രാമനെ തന്നെ നോക്കിയിരുന്നു. മനുഷ്യന് മാത്രമല്ല, പ്രകൃതി ജീവജാലങ്ങൾ പോലും രാമൻ്റെ യാത്രയിൽ ദുഃഖിച്ചു എന്ന് പറയാൻ. ഇങ്ങനെയൊക്കെ ഇരിക്കെ എന്ത് ചെയ്തു? കുതിരകൾ തളർന്നു എന്ന് കണ്ടിട്ട് ആ സുമന്ത്രർ കുതിരകളെ തേരിൽ നഴിച്ച് അവയെ വേണ്ടതുപോലെ വെള്ളമൊക്കെ കുടിപ്പിച്ചിട്ട് തമസാതീരത്തിൽ കുറച്ച് നേരത്തെ മേയാൻ വിട്ടു എന്ന് പറഞ്ഞിട്ടാണ് 45-ാം സർഗ്ഗം അവസാനിക്കുന്നത്. പിന്നീട് അവരുടെ വനയാത്ര, അവർ ഗുഹൻ്റെ അടുക്ക് എത്തിച്ചേരുന്നത് ഒക്കെയുള്ള ഭാഗം പറഞ്ഞിട്ട് ആണ് ആ ഭാഗം. അത് കുറച്ച് ഭാഗമെത്തി അവർ കാട്ടിലെ ചിത്രകൂടത്തിൽ താമസാക്കി എന്ന് വരെയുള്ള ഭാഗങ്ങളൊക്കെ രാമനും ലക്ഷ്മണനും എന്ത് ചെയ്തു എന്നുള്ള ഭാഗങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അയോധ്യയിലേക്ക് തിരിച്ചു പോയി അയോധ്യയിലേക്ക് എന്തുണ്ടായി എന്ന് പറയാം. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ഓരോ വനവാസത്തിൻ്റെ ആദ്യ നാളുകൾ എങ്ങനെ കഴിച്ചു എന്നൊക്കെ ഉള്ളത് തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണാം. ഇവിടെ നിന്ന് നമുക്കിപ്പോൾ അതിനെപ്പറ്റി വ്യാഖ്യാനങ്ങളൊന്നും തരേണ്ട കാര്യമില്ല. എന്താണ് വാൽമീകി യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം
മറ്റു രാമായണങ്ങളുമായി താരതമ്യം ചെയ്യാം. ഇതിങ്ങനെ വാൽമീകി രാമായണവും അതിനനുസരിക്കുന്ന മറ്റു ഭാഗങ്ങളുമായിട്ട് ഭാഷ മുമ്പോട്ട് പോകും. അപ്പോൾ തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.